പാലക്കാട് നഗരസഭ കോർപ്പറേഷൻ കൂടെ കൈവിട്ടു പോകുമെന്ന ഭയം ബി.ജെ.പിയെ വേട്ടയാടി കഴിഞ്ഞു. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ 50-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ ബി.ജെ.പി ശ്രമം നടത്തിയെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ വീട്ടിലേക്ക് പണവുമായി ബി.ജെ.പി നേതാക്കൾ എത്തിയെന്നാണ് പരാതി. നിലവിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിക്കും കൗൺസിലർക്കുമെതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. സംഭവം അറിഞ്ഞ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. രമേശിന്റെ വീട്ടിലെത്തി. പരാതി ലഭിച്ചതിനെ തുടർന്ന് പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി. കോൺഗ്രസും ബി.ജെ.പിയും മാത്രമാണ് നിലവിൽ ഇവിടെ മത്സര രംഗത്തുള്ളത്. ഒരുപാട് വാർഡുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ ബി.ജെ.പി. ഇതിനിടെയാണ് കൗൺസിലർ അടക്കം യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിലെത്തി പണം വാഗ്ദാനം ചെയ്തത്. രമേശൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം. തുടർന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉൾപ്പെടെയുള്ളവരെ രമേശൻ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് വി.കെ. ശ്രീകണ്ഠൻ ആരോപിച്ചു. ഇത്തവണ നഗരസഭാ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ബി.ജെ.പിയുടെ വൃത്തികെട്ട തന്ത്രമാണെന്നും ഇത് 100% നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്ത് പുറത്താക്കണമെന്നും സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് കോൺഗ്രസിന്റെ അഭിമാനമാണെന്നും ആർക്കും വിലക്കെടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തെളിവെന്ന് പറയുന്നത് ഈ 4 പേര്, ഈ രമേശിന്റെ വൈഫ്, അതുപോലെ അമ്മ, അച്ഛൻ, ഇവരൊക്കെ ലൈവിൽ ഇവിടെ തന്നെ ഉണ്ട്. ഒരു മുറിയേ ഉള്ളൂ. അവരെല്ലാം കേട്ടതാ. ഇത് ദൃക്സാക്ഷികളെല്ലാം ഏറ്റവും വലിയ തെളിവ്. നേരിട്ട് കണ്ടതാണല്ലോ ഏറ്റവും തെളിവ്. പിന്നെ ഇവർ പാവങ്ങൾ, ഇവർക്ക് ഫോണ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊന്ന്, ഇവർ എന്തുദ്ദേശത്തിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. നിഷ്കളങ്കരമായ ആൾക്കാരാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ വീഡിയോ എടുക്കാനൊന്നും അവർക്കറിയില്ല. എന്തിനാ വന്നതെന്ന് അറിയില്ല. ഇപ്പം പറഞ്ഞ വിചിത്രമായ ഒരു മറുപടിയാണ്. എന്താണ്? ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നതെന്നവർ. ഒരു ബി.ജെ.പിയുടെ കൗൺസിലർ, നിലവിലുള്ള ആൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്ത് ഇന്ന് തന്നെ പുറത്താക്കുക. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിക്കാൻ രാത്രിക്ക് തലയിൽ മുണ്ടിട്ട് വരേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതല്ല നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അസമയത്ത് വീട്ടിൽ കയറി വന്ന് ഇവരെ സ്വാധീനിക്കാൻ ഇവരോട് പറയാണ്. 4.25 വർഷം ഇവിടെ കൗൺസിലറായിരുന്ന ആൾ പറയുക, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാം, ഞങ്ങൾ വേണ്ട ധനസഹായം ചെയ്യാമെന്ന്. അപ്പോൾ ഈ 4.25 വർഷവും അറിയാത്തൊരു കൗൺസിലർക്ക് ഇപ്പോൾ സാമ്പത്തികം വാഗ്ദാനം ചെയ്യണം. എന്താ? എങ്ങനെയെങ്കിലും ഭാര്യയല്ലേ ഭർത്താവിനോട് പറഞ്ഞ് അന്ന് പിൻവലിപ്പിക്കണം. CPM-മാർ പിൻവലിച്ചു. അപ്പോൾ നിങ്ങളും കൂടെ പിൻവലിച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാം. അപ്പോൾ ഒന്ന് സംസാരിക്കാൻ ഭാര്യനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. പോയ ആൾ രമേശിൻ്റെ ഫോണിലേക്ക് വിളിച്ചു, ഫോറൻസിക് പരിശോധന നടത്തിക്കോ, ക്രിമിനൽ നടപടിക്രമപ്രകാരം പരിശോധിച്ചോ, അവരെ ഫോണിലേക്ക് അവർ വിളിച്ചോ. കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ആരാ വിളിക്കുന്നതല്ല, ജയലക്ഷ്മിയുടെ നമ്പറൊന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല. ആൾ കോള് വന്നപ്പോൾ വേറെ കോൾ സംസാരിക്കുക, തിരിച്ചയാൾ വിളിച്ചു. രണ്ടിനും രേഖ ഉണ്ടല്ലോ. അത് നിഷേധിക്കുകയാണെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ പറ. വെല്ലുവിളിക്കുകയാണ്. അവർ വിളിച്ചിട്ടില്ല, അവർ ഫോണിൽ സംസാരിച്ചിട്ടില്ല, അവർ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയാൻ വെല്ലുവിളിക്കുകയാണ്. അതിന് മുമ്പേ നിലവിലുള്ള സ്ഥാനാർത്ഥി അവിടെ വന്നത്. അപ്പുറത്ത് ഉണ്ടായിരുന്ന 5 വർഷം മുമ്പുണ്ടായിരുന്ന കൗൺസിലർ വന്നിട്ട് എന്താ പറഞ്ഞത്? സ്ഥാനാർത്ഥിയല്ലേ, മകൻ്റെ നമ്പർ വേണം പറഞ്ഞാൽ അച്ഛനാ നമ്പർ കൊടുത്ത്. പാവം രാത്രി 10 മണി എന്തിനാണെന്നറിയില്ലോ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥിയല്ലേ, കുറച്ച് കാര്യം നേരിട്ട് സംസാരിക്കാൻ. രമേശിനെ വിളിച്ച് സംസാരിച്ച് രമേശ് പറഞ്ഞു, ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ രമേശ് പറഞ്ഞു കാണാൻ താല്പര്യമില്ല, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്ത്. അയാൾ വിളിച്ചു നോക്കി. ഇനി ഞാൻ സുനിലിനെ വിളിച്ചു. സുനിലെ എന്താ പ്രശ്നം? രമേശ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. എന്തിനാ അപ്പോൾ 2-3 ആളെ കൂട്ടി പോയി, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നറിയില്ല. അല്ല, എനിക്ക് കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ട്, അതിനാണെന്ന് പറഞ്ഞു. ഈ രാത്രി സമയത്താണോ ആളെ കൂട്ടിയിട്ട് പ്ലംബിംഗ് വർക്കിന് കൊണ്ടുവച്ചു? നിങ്ങൾക്ക് എവിടെ പ്ലംബിംഗ് വർക്ക്? രമേശ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, ഞാൻ വരാം അങ്ങോട്ട്, നിങ്ങളുള്ള സ്ഥലത്തേക്ക് ആവശ്യമായ പ്ലംബിംഗ് വർക്ക് നമുക്ക് നടത്താൻ പറഞ്ഞു. അയ്യോ, MP വരണ്ട പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ MP നിന്നെപ്പോലെ സാധാരണക്കാരനായ ആളാണ്, രമേശ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വേണ്ടാത്ത വളവൊന്നും അടിക്കണ്ട. അങ്ങനെ പണം വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയോ? നിയമവിരുദ്ധമെന്നറിയോ? തെരഞ്ഞെടുപ്പ് ചട്ടലംഘന നിങ്ങൾക്കറിയോ? നിങ്ങളുടെ നേതാക്കന്മാർക്ക് അറിയോ ചോദിച്ചു. പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ പണ്ടില്ല. അപ്പോൾ ജയലക്ഷ്മി അവിടെ പോയിട്ട് പൈസ വാഗ്ദാനം ചെയ്തോ? അല്ല, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണ് ഫോൺ വയ്ക്കുന്നത്. രമേശിനെ സുനിൽ വിളിച്ചിട്ടുണ്ടോ നോക്കുക, ഞാൻ സുനിലിനെ വിളിച്ചിട്ടുണ്ടോ നോക്കുക, ജയലക്ഷ്മി സുനിലിനെ വിളിച്ചിട്ടുണ്ടോ, അല്ല രമേശിനെ വിളിച്ചിട്ടുണ്ടോ നോക്കുക. ഇവർ രണ്ടുപേരും ഇവിടെ വന്നതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ നിയമത്തിന് വിട്ടു. അപ്പം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവർക്ക് സംരക്ഷണം ഉറപ്പ് നൽകി. രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ, ചട്ടലംഘനം നടത്തിയ സ്ഥാനാർത്ഥിയുണ്ട്, കൗൺസിലറുണ്ട്. ഇപ്പം നിലവിലൊരു കൗൺസിലറാണ്. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കണം. കാരണം മറ്റൊരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ വഴിവിട്ട് സമ്മർദ്ദപ്പെടുത്തി സ്വാധീനപ്പെടുത്തി പിൻവലിക്കാൻ ശ്രമിച്ച ഒരാളാണ്.
അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാണ്. ഇന്ന് രാവിലെ FIR ഇട്ടതിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും, ഏത് അറ്റം വരെയും പോവും. ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസിൻ്റെ അഭിമാനമായിരിക്കുകയാണ് രമേശ്. കാരണം ഞങ്ങളുടെയൊക്കെ ആത്മാഭിമാനം രക്ഷിച്ച ആളാണ്. അയാൾക്ക് സ്വാധീനത്തിന് വഴങ്ങിയെന്ന് വെച്ചാൽ എന്തായിരിക്കും നിങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്? ഇവിടെ BJP കോൺഗ്രസും കച്ചവടം നടത്തിയതാണ്. 2 CPMമാരുടെ പത്രിക തള്ളിപ്പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ഒരാളുടെ മിണ്ടാട്ടവുമില്ല. അപ്പോൾ കോൺഗ്രസിന് ഉന്നം വയ്ക്കുന്ന ചില ചാനലുകാരുണ്ട്, അവർക്കുള്ള മറുപടിയാണ്. അങ്ങനെ വിലക്കെടുക്കാൻ കഴിയാത്ത പ്രവർത്തകരുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പാലക്കാട് തെളിയിച്ചിരിക്കുകയാണ്.